നമുക്ക് പാസഞ്ചർ ലിഫ്റ്റ് 6% ലിഫ്റ്റാണ്. R³ കൺട്രോൾ വെച്ച് സ്റ്റാർട്ടപ്പ് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ മോട്ടറിന് UVW കേബിൾ വന്നു, UVW കൊടുക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിൾ എടുത്തിട്ട് 840 പ്ലസ് 2000 മൈനസ് കൊടുക്കുക. ബ്രേക്ക് വോൾട്ടേജ് 110 വോൾട്ടേജ് പോകുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ മിസ്റ്റർ ഫിക്സ് ചെയ്യുക. അതിൽ നേരെ V1 V2 കണക്ഷനിലേക്ക് കൊടുക്കുക. V1 V2 കൊടുക്കുക. ഓക്കെ, V1 V2 കൊടുക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ARD ഫിക്സ് ചെയ്യുക. ARDയുടെ കണക്ഷൻ സിംഗിൾ ഫേസ് ARD ആണ്. ARDയുടെ കണക്ഷൻ കൊടുക്കുക. ഓക്കെ, ARDയിൽ L1 LN അതെല്ലാം എടുത്തിട്ട് കറക്റ്റ് കൊടുക്കുക. ഇവിടെ കൊടുക്കുക ULI UNI, അതായത് ULI ഇൻപുട്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട് UNO അത് നേരെ മുടക്കി എടുത്ത് കൊടുക്കുക. പിന്നെ ES1 ES2 നേരെ വന്നിട്ട് ES1 ES2 കൊടുക്കുക. പിന്നെ അടുത്തത് നമുക്ക് ഫേസ് കണക്ട് ചെയ്യാം. 3 ഫേസ് കറക്റ്റ് 3 ഫേസ് കണക്ട് ചെയ്യുക. ബോക്സിൽ നിന്ന് എടുത്തിട്ട് നേരെ ഇവിടെ കൊടുത്ത് കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറച്ച് ഷോട്ടുകൾ കൊടുക്കണം. 110 E കൊടുക്കുക. പിന്നെ 115 ഷോട്ട് ചെയ്യുക. 120 130 135 119 120 135 140 ഷോട്ട് ചെയ്യുക. പിന്നെ നമുക്ക് എൻകോഡർ കേബിൾ NBS മോട്ടറാണ്. NBS മോട്ടറാണെങ്കിൽ നമ്മളിത് കണക്ട് ചെയ്യുക. മുമ്പത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നോക്കിയാൽ കാണാം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാം. അത് 3 ഫേസ് കറക്റ്റായിട്ട് നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഞാനൊന്നും ഇടുന്നില്ല. ഫേസ് അതുപോലെ ന്യൂട്രൽ എർത്തും ന്യൂട്രലും കൂടി ചെക്ക് ചെയ്യുക. എർത്ത് പ്രോപ്പറാണോ ചെക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് പവർ ഓൺ ചെയ്യാം. ഓക്കെ, ഐസൊലേറ്റർ ഓൺ ചെയ്യാം, പവർ ഓൺ ചെയ്യാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഇവിടെ ഓൺ ചെയ്യാം. FRD ഇത് നമുക്കെല്ലാം ഓൺ ചെയ്യാം. ഓക്കെ, ഫ്ലാഷ് ഓഫ് ചെയ്തിടാം. അപ്പോൾ കാണാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ എടുക്കുക. അപ്പോൾ ലാംഗ്വേജ് വേറെയാണ്. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് മാറ്റണം. അങ്ങനെ ബേസിക് സെറ്റിങ്സ് എടുക്കുക, ലാംഗ്വേജ് മാറ്റുക, ഇംഗ്ലീഷിലാക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കിതാ സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ക്വിക്ക് ഇൻസ്റ്റലേഷൻ എടുക്കുക. ഇൻസ്റ്റലേഷൻ മോഡ് വിത്തൗട്ട് ഇൻസ്റ്റലേഷൻ ഓക്കെ കൊടുക്കുക. അടുത്തത് മോട്ടർ ടൈപ്പ് ഒരു MRL മോട്ടർ സിംഗർനൈസ് ആണ്. സിംഗർനൈസ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ നോർമൽ സ്പീഡ് 1 മീറ്റർ ആണ്. 1 മീറ്റർ കൊടുക്കുക. ഓക്കെ, നമുക്ക് മോട്ടർ RPM എത്രയാണ് നമ്മുടെ മോട്ടറിൻ്റെ പ്ലേറ്റ് നോക്കിയിട്ട് നമുക്ക് കൊടുക്കണം. ഇവിടുത്തെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നോട്ടെ അതിൻ്റെ മോട്ടർ RPM മോട്ടർ സ്പീഡ് ഇവിടെ വന്നിട്ട് 159 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് കൊടുക്കുക. ഓക്കെ, അടുത്തത് മോട്ടർ ഫ്രീക്വൻസി കൊടുക്കുക. മോട്ടർ ഫ്രീക്വൻസി വെച്ചാൽ ഫ്രീക്വൻസി ഇവിടെ 21.2 ആണ് എനിക്കുള്ളത്. അപ്പോൾ അത് കൊടുക്കുക. അടുത്തത് എന്താണ് നമുക്ക് മോട്ടർ കറണ്ട് വന്നിട്ട് ഇവിടെ 7.5 ആംപിയർ ഉള്ളൂ. അപ്പോൾ അത് കൊടുക്കുക. ഓക്കെ, അടുത്തത് മോട്ടർ വോൾട്ടേജ് 380 തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 380 മാറ്റണ്ട. ഓക്കെ, അടുത്തത് എൻകോഡർ ടൈപ്പ് നോർമൽ മോട്ടർ എൻകോഡറാണ്. ഓക്കെ, അടുത്തത് ഓക്കെ കൊടുക്കുക. പിന്നെ അടുത്തത് ഹൈ സ്പീഡ് ഓക്കെ. അടുത്തത് നമുക്ക് എൻകോഡറാണ്. ഓക്കെ, നമ്പർ ഓഫ് ഫ്ലോഴ്സ് G+2 ആണ്.
ഓക്കെ. സ്റ്റാർട്ട് ഓട്ടോ ആണ് യെസ്. എന്നിട്ട് ബാക്ക് അടിക്കുക. പാരാമീറ്റർ സേവ് ആവും. അതിനുശേഷം ടൂണ് അപ്പ് ആൻഡ് ഡൗൺ കൊടുക്കുക. ഓട്ടോ സെലക്ട് ഓക്കെ. റീകോൾ ബട്ടൺ പ്രസ് ചെയ്യുക. എന്തോ ഒരു ഉണ്ട് നോക്കട്ടെ കേട്ടോ. അത് റീകോൾ ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് തന്നെ പിടിക്കണം കേട്ടോ. ട്യൂൺ ചെയ്യാണ് നമ്മൾ. സക്സസ്സായി എൻ്റർ അടിക്കുക. ഓക്കെ. നമുക്ക് വേണമെങ്കിൽ ലിഫ്റ്റ് പൊക്കാം. ലിഫ്റ്റ് ഒന്ന് പൊക്കുന്നുണ്ട് കേട്ടോ. നോക്കാൻ പൊങ്ങിയാ പൊങ്ങല്ലേ ഇത്? താവൂലല്ലോ. ഓക്കെ. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ. ഡൗൺ ഞാൻ എടുക്കാൻ അവിടെ സപ്പോർട്ട് വെച്ചിട്ട് അത് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ കവറൊക്കെ ഇട്ടിട്ട് സേഫ്റ്റി ആയിട്ട് വർക്ക് തുടങ്ങുക. പിന്നെ ട്രാവലിംഗ് കേബിൾ കണക്ട് ചെയ്യുക. ഓക്കെ. താങ്ക് യു.